വാവ്, ഇത് ബ്യൂട്ടിഫുൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരൈ പാലസ് ഓഫ് തിരുമലയിലേക്കാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറിനേക്കാളും മുമ്പ് ഇവിടെ ടിക്കറ്റിന് 10 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഇന്ത്യൻ ചൈൽഡിനാണെങ്കിൽ 5, നമ്മളൊക്കെ അഡൾട്ടായതുകൊണ്ട് 10 രൂപയാണ്. അപ്പോൾ ഇവിടെ കയറിനേക്കാളും മുന്നേ നമുക്ക് ഇവിടുത്തെ മധുരൈ ചർച്ച് ഒന്ന് പോയി കണ്ടിട്ട് 150 വർഷം പഴക്കമുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ചെറിയൊരു പള്ളിയല്ല, വലിയൊരു പള്ളിയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. വാവ്, ഇത് ബ്യൂട്ടിഫുള്ളാ. നമ്മുടെ ഈ ചർച്ച് മധുരയിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഭയങ്കര ഫേമസ് ആട്ടോ. കാരണം അതിന്റെ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും കോണ്ടിനെന്റൽ റോമനിൽ നിന്നും എടുത്ത ഒരു മിക്സ്ചർ ആട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ പള്ളിയിലെ ഓരോ ജനാലയും ഭയങ്കര കളർഫുൾ ആട്ടോ. സൂര്യപ്രകാശം കൊള്ളുമ്പോ ഈ കളേഴ്സ് ഒക്കെ നിലത്ത് പതിപ്പിക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. 1840 ഫാദർ ബാറ്ററിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പീസ് ഓഫ് ലാൻഡിന്റെ പുറത്താണ് ഫാദർ ഇനീഷ്യലി ഒരു സ്മോൾ ചാപ്പൽ പണിതത്. 1841 ഈ പള്ളിയുടെ മുഴുവൻ പണി കഴിയുകയും ചർച്ച് ഓഫ് ലേഡി ഓഫ് ഡോളേഴ്സ് എന്നറിയപ്പെടുകയും ചെയ്തു. 1969 ഈ പള്ളിക്ക് ഒരു കത്തീഡ്രൽ പദവി നേടിയത്. 42 മീറ്റർ വീതി ഉയരമുള്ള 2 മണിഗോപുരങ്ങളോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പള്ളിയോട് ചേർന്ന് അറൌണ്ട് ഒരു 200 മീറ്റർ ചുറ്റളവിലാണ് തിരുവല്ലാമലൈ നായക് പാലസ് ഉള്ളത്. എല്ലാ ദിവസവും 9 മണി മുതൽ 5 മണി വരെയാണ് ഇവരുടെ ഓപ്പണിംഗ് ടൈം. പിന്നെ എൻട്രൻസ് ടിക്കറ്റിന് 10 രൂപ. നിങ്ങൾക്ക് ഇവിടുത്തെ ചർച്ച് ഇഷ്ടമായോ? ഇനി നമുക്ക് പാലസ് പോയി കാണാം. ഇതാണ് 1636 നിർമ്മിച്ച തിരുമലൈ നായക്കാർ മഹൽ എന്ന പാലസ്. ഈ പാലസ് പണിതത് മധുരൈ നായക് ഡൈനാസ്റ്റിയിൽ പെട്ട തിരുമാല നായക രാജാവായിരുന്നു കേട്ടോ. അദ്ദേഹം 1623 തൊട്ട് 1659 വരെ മധുരൈ ഭരിച്ചിരുന്നു. കേറി വരുമ്പോ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കവാടത്തിനുള്ളിൽ ഇത്രയും മനോഹരമായ ഒരു പാലസ് ഉണ്ടാവുമെന്ന്. അതിന്റെ ഓരോ പില്ലേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. സൈഡ് വഴിയുള്ള ഒരു പടിക്കെട്ടിലൂടെ ഞാൻ നടന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോ ഒരുപാട് ചെയർ, അതും പഴകി പൊടി പിടിച്ച രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പാലസിന്റെ സ്ട്രക്ചർ മെയിൻലി പണിതത് ബ്രിക്ക് വർക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. അതിന്റെ സർഫസിലെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ചുണ്ണം എന്നറിയപ്പെടുന്ന ഷെൽ ലൈം, അതിലോട്ട് എഗ് വൈറ്റ് മിക്സ് ചെയ്തിട്ടായിരുന്നു ഈ സ്ട്രക്ചേഴ്സിന് ഒരു ഗ്ലോസി ടെക്സ്ചർ കൊടുത്തിരുന്നത്. ഇവിടുത്തെ ഓരോ പില്ലേഴ്സും 13 മീറ്റേഴ്സ്, അതായത് 43 ഫീറ്റ് ടോളിലാണ് പണിതിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോ ഈ പാലസിൽ നല്ല ഭംഗിയുള്ള ജനാലകൾ കാണാട്ടോ. റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ പാലസ് കാണാൻ. ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യാനും വീഡിയോഗ്രാഫി ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാട്ടോ ഇത്. ഈ പാലസ് മെയിൻലി 2 മേജർ പാർട്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്വർഗവിലാസം, 2 രംഗവിലാസം. ഇതിൽ തന്നെയായിരുന്നു അവരുടെ തിയേറ്റർ, ഷ്രൈൻസ്, പാലിക്വീൻ പാലസ്, റോയൽ ബാൻസ്റ്റഡ് ക്വാർട്ടേഴ്സ്, പോണ്ട്, ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നത്. ഈ പാലസിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കോർട്ട്യാർഡും ഡാൻസിംഗ് ഹാളും തന്നെയായിരുന്നു. ഇവിടുത്തെ പവലിയൻസിന്റെ ഏറ്റവും മുകൾ വശം ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിട്ടായിരുന്നു കോർട്ട്യാർഡിന്റെ ഇരുവശത്തും കാണപ്പെട്ടിരുന്നത്. പല വാഴ്സും ഡിസ്ട്രക്ഷൻസും കഴിഞ്ഞാണ് ഈ പാലസ് ഇത്രയും ഭംഗിയിൽ ഇന്നും നിലനിൽക്കുന്നത്. ഒറിജിനൽ പാലസ് ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഈവനിങ് ആവുമ്പോൾ ഇവിടെ ടോർച്ച് ലൈറ്റ്സ് ബേൺ ചെയ്ത് രാജാക്കന്മാർക്ക് വേണ്ടി ഡാൻസ് പെർഫോമൻസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ നോർത്തേൺ സൈഡിലൂടെ 2 സ്റ്റെയർ കേസുകൾ മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ സ്പേഷ്യസ് ഹോൾ അഥവാ നാടകശാലയിൽ നിന്നായിരുന്നു രാജാവ് അദ്ദേഹത്തിന്റെ സ്പൗസസ് നൃത്തച്ചുവടുകൾ വെച്ചിരുന്നത് കണ്ടുകൊണ്ടിരുന്നത്. കുറച്ചു നടന്നപ്പോൾ ഈ ജനാലയുടെ അടുത്തായിട്ട് മൂർച്ചയുള്ള വസ്തുക്കൾ വെച്ചിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ കുറെ ജനാലകളും കുറെ മരക്കഷ്ണങ്ങളും അതിനോട് അടുത്തായി കിടക്കുന്നുണ്ടായിരുന്നു. പാലസിന്റെ വലതുവശത്തായി ഒരുപാട് പഴയ മൺഭരണികൾ,
ചില്ലുംകൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചില മൺകുടങ്ങളിൽ ചെറുതായിട്ട് ചിന്നിയിരിക്കുന്നുണ്ടായിരുന്നു. അത്രേ പഴക്കമുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ അതങ്ങനെ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പാലസ് നല്ല ഉയരമുള്ളതായി തോന്നും. എന്നാൽ നടന്നു വരുമ്പോൾ നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോകും. അത്രയുമുണ്ട് അത് നടന്നു കാണാനും ആസ്വദിക്കാനും. പാലസ് മുഴുവനായി ചുറ്റി കണ്ട് കുറച്ചു നേരം ഞാൻ റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോ സമയം 4 മണിയായിട്ടുണ്ട്. വെയില് ഒരുവിധമൊക്കെ മങ്ങി. ഈ സമയത്ത് വന്ന് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എനിക്ക് എന്ന് തോന്നുന്നു. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മീനാക്ഷി അമ്മൻ അമ്പലത്തിലേക്ക്. ആ അമ്പലത്തിലോട്ട് ഫോൺ എടുത്ത് ചിത്രീകരിക്കാൻ പറ്റാത്തോണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ നാളെ നമ്മൾ പോകുന്നത് തഞ്ചാവൂർ ക്ഷേത്രത്തിലോട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.